തങ്ങൾക്ക് ജയിക്കാനായി ആർക്കും പണം നൽകി പിന്മാറ്റേണ്ട കാര്യമില്ലെന്ന ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. ശ്രീകണ്ഠനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി മൂത്താന്തറയിലെ 50-ാം വാർഡിൽ നിന്നും മത്സരിച്ചാലും അവിടെ ബിജെപി ജയിക്കുമെന്ന് പാർട്ടി ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. ഇവിടെ കോൺഗ്രസിന്റെ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു വെപ്രാളമാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്ത് DCC കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ പോസ്റ്ററിനകത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അധ്യക്ഷൻ DCCയുടെ അധ്യക്ഷനെതിരെയുള്ള ആരോപണങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പണം വാങ്ങി എരുമയൂർ പഞ്ചായത്തിലെ സീറ്റ് വിറ്റു എന്ന തരത്തിലാണ് പോസ്റ്ററിനകത്തെ ഉള്ളടക്കം. ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ബോധപൂർവം കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതെല്ലാം. 2, കോൺഗ്രസ് പാർട്ടിക്ക് പാലക്കാട് നഗരസഭ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ UDFൻ്റെ തന്നെ നിരവധി നേതാക്കന്മാരാണ് UDFൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ തന്നെ മത്സര രംഗത്തുള്ളത്. നിലവിലെ പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്. കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സര രംഗത്തുണ്ട്. യാക്കര സെൻട്രൽ 32-ാം നമ്പർ വാർഡിൽ UDFൻ്റെ തന്നെ 3 നേതാക്കന്മാരാണ് മത്സരരംഗത്തുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പോകുന്ന സമയത്ത് അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാമായിട്ട് വരുന്നത്. 2, ഈ പറയുന്ന 50-ാം വാർഡിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ 50-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും CPM-ഉം 2 പാർട്ടിയും കൂടെ ചേർന്ന് അവർക്ക് ലഭിച്ചത് ഒരാൾക്ക് 53-54 എന്താണ്, ഒരാൾക്ക് 74 എന്താണ്, 120 വോട്ടാണ് 2 പാർട്ടിക്കും കൂടെ ചേർന്ന് ലഭിച്ചിരിക്കുന്നത്. BJPക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 1100-ലധികമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നില്ല. മൂത്താൻതറയിൽ വോട്ട് ചോദിക്കാനുള്ള വീടുകയറൽ മാത്രമാണ് നടന്നത്. BJPക്കെതിരെ ആരോപണം ഉന്നയിച്ച് സ്വന്തം പാർട്ടിയിലെ വിവാദങ്ങൾ മറയ്ക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി. 50-ാം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം BJPക്ക് ഇല്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിനും CPM-നും അവിടെ ലഭിച്ചത് ആകെ 120 വോട്ടാണ്. അവിടെ സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കേണ്ട ആവശ്യം BJPക്ക് ഇല്ല. അത് BJPയെ ഏകപക്ഷീയമായി വിജയിപ്പിക്കുന്ന വാർഡാണ്. ഇതിനകത്ത് യാതൊരു ഇടപാടും നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ തെളിവ് പുറത്തുവിടട്ടെ. പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസിന് വല്ലാത്ത വിരളിയാണെന്നും അത് മറയ്ക്കാനാണ് ആരോപണമെന്നും പ്രശാന്ത് ശിവൻ ആരോപിച്ചു. ഇനി ഇത്തരത്തിൽ MP ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്നു പറയണമെങ്കിൽ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇല്ലാത്തൊരു സംഭവത്തിനെ അങ്ങനെ പുറത്തുവിടണമെന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രി വലിയ രീതിയിൽ അദ്ദേഹം മീഡിയ ഗ്രൂപ്പിനകത്തൊക്കെ എന്താ പറയുക, ഇത്തരത്തിൽ BJP ആളുകളെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ മെസ്സേജ് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കോൾ റെക്കോർഡ് ഉൾപ്പെടെ പുറത്തുവിടാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇല്ലാത്ത സംഭവത്തിനെ ഉണ്ടാക്കി പാലക്കാട് നഗരസഭയിൽ വലിയ വെപ്രാളത്തിനാണ് അവർ. UDFൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന പാലക്കാടിൻ്റെ MLA കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ജാള്യത അവർക്ക് മറച്ചു വെക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരത്തിൽ അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഇത്തരത്തിൽ BJPയുടെ നേർക്ക് വരുന്നതാണ്. ഇതിനകത്തൊന്നും മറുപടി കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം അവർക്ക് ഇനിയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ജയലക്ഷ്മി വീടുകൾ കയറുന്നത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി മാത്രമാണ്. അവർ ആ വീട്ടിൽ മാത്രമല്ല പോയിരിക്കുന്നത്. പാലക്കാടിന്റെ MP ബോധപൂർവം ഒരു വാർത്ത സൃഷ്ടിച്ച് യഥാർത്ഥ വാർത്ത മറയ്ക്കാൻ ശ്രമിക്കുന്നു. BJPക്ക് പാലക്കാട് ജില്ലയിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇല്ല എന്ന വാർത്ത അവാസ്തവമാണ്. CPM-ഉം കോൺഗ്രസും നിർത്തിയതിനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ BJP നിർത്തിയിട്ടുണ്ട്. പുതുനഗരത്ത് BJPയും ലീഗും സഹകരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എന്ന CPM-ന്റെ വാദം അവർക്ക് പാലക്കാട് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളില്ല എന്ന വാദം മറയ്ക്കാനാണ്. പുതുനഗരത്ത് സ്ഥാനാർത്ഥിക്ക് പുറമെ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാൻ വരുന്നവർക്ക് പോലും ഭീഷണി നേരിടുന്നു. പിന്നെ എങ്ങനെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് അദ്ദേഹം ചോദിച്ചു. അല്ല, ഇതിനകത്ത് എന്തിനാണ് നിയമ നടപടി സ്വീകരിക്കുന്നത്? വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വീട്ടിൽ പോകുന്നു, ഇതിൽ തെറ്റൊന്നുമില്ല. ഇതിനകത്ത് അവരെ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ BJPയുടെ ഒരു പ്രവർത്തകരും ശ്രമിച്ചിട്ടില്ല. UTV ന്യൂസ്, പാലക്കാട്.